ഗൾഫ് ഫോക്കസ് ആരംഭിക്കുന്നു. എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രവിത ലക്ഷ്മി. വിശദമായ വാർത്തകളിലേക്ക്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഡെലവെയറിലെ ബൈഡന്റെ വസതിയിലാണ് കൂടിക്കാഴ്ച. ക്വാഡ് ഉച്ചകോടിക്ക് മുന്നോടിയായാണ് ഇരു നേതാക്കളും കൂടിക്കാഴ്ച നടത്തുന്നത്. മധു കൊട്ടാരക്കര ന്യൂജേഴ്സിയിൽ നിന്ന് ചേരുന്നുണ്ട്. മധു, പ്രധാനമന്ത്രി അമേരിക്കൻ പ്രസിഡന്റുമായി നടത്തുന്ന കൂടിക്കാഴ്ച അതേറെ നിർണായകമാണ് ഇന്ത്യയെ സംബന്ധിച്ച്. ഈ കൂടിക്കാഴ്ച ഇപ്പോഴും നീളുകയാണോ? മാത്രമല്ല, പ്രധാനമന്ത്രി ഇന്ന് കമല ഹാരിസിനെയും ഒപ്പം ഡൊണാൾഡ് ട്രംപിനെയും കാണും എന്നുള്ള ഒരു വാർത്ത കൂടി പുറത്തു വന്നിരുന്നല്ലോ. പ്രവിത, ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് രാവിലെ പ്രാദേശിക സമയം 10 മണിയോടുകൂടി ഫിലഡൽഫിയയിലാണ് വിമാനം ഇറങ്ങിയത്. സാധാരണ ന്യൂയോർക്കിലോ വാഷിംഗ്ടണിലോ ഒക്കെയാണ് എത്താറുള്ളത്. US പ്രസിഡന്റ് ജോ ബൈഡന്റെ ജന്മനാടായ ഡെൽവെയറിലെ വിൽമിംഗ്ടണിലാണ് ഈ ഉഭയകക്ഷി ചർച്ച ജോ ബൈഡനുമായിട്ടുള്ളത് നടക്കുന്നത്. ഈ ഫിലഡൽഫിയ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വലിയൊരു സ്വീകരണമാണ് ഇന്ത്യൻ സമൂഹം നൽകിയത്. ഈ ഉഭയകക്ഷി ചർച്ചയിൽ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വിഷയങ്ങളായിട്ട് വരുന്നുണ്ട്. യുക്രൈൻ റഷ്യ സന്ദർശനങ്ങൾ, പ്രധാനമന്ത്രി മോദി നടത്തിയ സന്ദർശനങ്ങളും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളും ഒക്കെ ചർച്ച ചെയ്യും. അതുപോലെ അവിടെ സാധ്യമായ സമാധാന ശ്രമങ്ങളും ചർച്ച ചെയ്തേക്കും. അതുപോലെ US ഇന്ത്യ സംയുക്ത ബഹിരാകാശ ദൗത്യങ്ങളുടെ പ്രഖ്യാപനം ഉണ്ടാകുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട്. ഉഭയകക്ഷി ചർച്ചകൾക്ക് ശേഷം ജോ ബൈഡൻ ഓസ്ട്രേലിയ, ജപ്പാൻ പ്രധാനമന്ത്രിമാർ എന്നിവരോടൊപ്പം മോദി ക്വാഡ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. അജണ്ടയിൽ ചൈനയായിരിക്കും മുഖ്യ ചർച്ചാ വിഷയമെന്നാണ് വൈറ്റ് ഹൗസ് വക്താവ് ജോൺ കിർബി പറഞ്ഞത്. രണ്ടാം ദിവസം ന്യൂയോർക്കിലായിരിക്കും ഇന്ത്യൻ പ്രധാനമന്ത്രി. അവിടെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. പ്രമുഖ കമ്പനികളുടെ തലവന്മാരുമായിട്ടുള്ള കൂടിക്കാഴ്ചയും ഒരുക്കിയിട്ടുണ്ട്. സെപ്റ്റംബർ 23-ന് ന്യൂയോർക്കിൽ നടക്കുന്ന ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ പ്രധാനമന്ത്രി ഭാവിയുടെ ഉച്ചകോടി അഭിസംബോധന ചെയ്ത് സംസാരിക്കും. നവംബറിൽ നടക്കുന്ന ഈ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ട് നേരത്തെ പ്രവിത സൂചിപ്പിച്ചതുപോലെ മുൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് ഒരു കൂടിക്കാഴ്ചയ്ക്ക് ഒരു സാധ്യതയുണ്ട്. എന്നാൽ ഈ കൂടിക്കാഴ്ചയുടെ കാര്യം ഇതുവരെയും വിദേശകാര്യ മന്ത്രാലയം സ്ഥിരീകരിച്ചിട്ടില്ല. പ്രവിത. ശ്രീ മധു കൊട്ടാരക്കരയാണ് ന്യൂജേഴ്സിയിൽ നിന്ന് വിശദമായ വിവരങ്ങൾ നൽകിയത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി US പ്രസിഡന്റ് ജോ ബൈഡനുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഗതാഗത നിയമലംഘനത്തെ തുടർന്ന് 3800ഓളം സൈക്കിളുകളും സ്കൂട്ടറുകളും പിടിച്ചെടുത്ത ദുബായ് പോലീസ്. നൈഫ് മേഖലയിൽ ജനുവരി മുതൽ ഓഗസ്റ്റ് വരെ കണ്ടെത്തിയ നിയമലംഘനങ്ങളുടെ കണക്കാണ് പോലീസ് പുറത്തുവിട്ടത്. ഹെൽമറ്റ് ധരിക്കുന്നത് ഉൾപ്പെടെയുള്ള സുരക്ഷാ മാനദണ്ഡങ്ങൾ പാലിക്കാത്തതിനാലാണ് വാഹനങ്ങൾ പിടിച്ചെടുത്തത്. എല്ലാവരുടെയും സുരക്ഷയുറപ്പാക്കാൻ ലക്ഷ്യമിട്ടാണ് നടപടിയെന്ന് ദുബായ് പോലീസ് അറിയിച്ചു. ദുബായ് ഷെയ്ഖ് സായദ് റോഡിൽ മണിക്കൂറിൽ 220 കിലോമീറ്റർ വേഗത്തിൽ കാർ ഓടിച്ച യുവാവ് പോലീസിന്റെ പിടിയിലായി. വാഹനവും പോലീസ് കണ്ടുകെട്ടിയിട്ടുണ്ട്. പോലീസിന്റെ പതിവ് പെട്രോളിംഗിനിടെയാണ് അമിത വേഗത്തിൽ വാഹനം ഓടിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടത്. വേഗം കുറയ്ക്കാൻ ആവശ്യപ്പെട്ടിട്ടും യുവാവ് നിർത്താതെ പോവുകയായിരുന്നു. കൂടുതൽ പോലീസ് എത്തി വഴി തടഞ്ഞാണ് ഡ്രൈവറെയും ഒപ്പം കാറും കസ്റ്റഡിയിലെടുത്തത്. വാഹനം തിരിച്ചുകിട്ടാൻ 50,000 ദിർഹം പിഴയടയ്ക്കണം. അമേരിക്കയിലെ ഡാലസിൽ ഗാർലൻഡ് സിറ്റി മേയർ സ്ഥാനത്തേക്ക് സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച് ഷിബു സാമുവൽ. ഗാർലൻഡ് സിറ്റി നിവാസികൾക്ക് സുരക്ഷയും ക്ഷേമവും ഉറപ്പാക്കാൻ പരിശ്രമിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു. ഗാർലൻഡ് സിറ്റിയുടെ കമ്മ്യൂണിറ്റി മൾട്ടി കൾച്ചറൽ കമ്മീഷൻ, യൂത്ത് ലീഡർഷിപ്പ് കമ്മിറ്റി, പ്രയർ ബ്രേക്ക്ഫാസ്റ്റ് കമ്മിറ്റി എന്നിവയിൽ 6 വർഷമായി പ്രവർത്തിച്ചു വരികയാണ്. മിഷണറി ടു ഏഷ്യ, നേപ്പാളിലെ ദേശീയ വിദ്യാഭ്യാസ ഡയറക്ടർ, അൺറീച്ച്ഡ് പീപ്പിൾ ഗ്രൂപ്പിന്റെ സൗത്ത് ഏഷ്യ കോർഡിനേറ്റർ എന്നീ നിലകളിലും സേവനം അനുഷ്ഠിച്ചിട്ടുണ്ട്. മുതിർന്ന CPIM നേതാവ് MM ലോറൻസിന്റെ മരണത്തിൽ റിയാദ് കേളി രക്ഷാധികാരി സമിതി അനുശോചിച്ചു. അടിച്ചമർത്തപ്പെട്ട തൊഴിലാളി വിഭാഗത്തിന്റെ അവകാശങ്ങൾക്കായി പ്രവർത്തിച്ച നേതാവായിരുന്നു MM ലോറൻസ് എന്ന് സമിതി അനുശോചിച്ചു. ചൂഷിത വർഗത്തിന്റെ അവകാശങ്ങൾക്ക് വേണ്ടി പോരാടിയ അദ്ദേഹം ഒരു ഉത്തമ പോരാളിയായിരുന്നുവെന്നും കേളി കലാസാംസ്കാരിക വേദി രക്ഷാധികാരി സമിതിയുടെ അനുശോചനക്കുറിപ്പ്. ഇന്ത്യൻ പാസ്പോർട്ട് സേവനങ്ങൾ മറ്റന്നാൾ വൈകിട്ട് വരെ തടസ്സപ്പെടും. പാസ്പോർട്ട് സേവാ പോർട്ടലിൽ സാങ്കേതിക തടസ്സങ്ങൾ പരിഹരിക്കുന്നതിനാലാണ് തടസ്സമെന്ന് ഗൾഫിലെ വിവിധ ഇന്ത്യൻ എംബസികൾ വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. തിങ്കൾ രാവിലെ 4 വരെയാണ് സേവനങ്ങൾ മുടങ്ങുക. ഈ കാലയളവിൽ എംബസിയിലും ഇന്ത്യൻ കോൺസുലർ ആപ്ലിക്കേഷൻ സെന്ററുകളിലും തൽക്കാൽ PCC ഉൾപ്പെടെയുള്ള പാസ്പോർട്ട് സേവനങ്ങൾ ലഭ്യമാകില്ല. കോൺസുലാർ വിസ സേവനങ്ങൾ BLS സെന്ററുകളിൽ ലഭ്യമാകുമെന്ന് എംബസികൾ വ്യക്തമാക്കിയിട്ടുണ്ട്. റിയാദിലെ സാമൂഹിക സാംസ്കാരിക സംഘടനയായ തറവാട് കൂട്ടായ്മ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുത്തു. പുതിയ ഭാരവാഹികളായി ഷിജു മുരിങ്ങിലത്ത് പറമ്പത്ത്,
ഡോക്ടർ മഹേഷ് പിള്ള, ശ്രീകാന്ത് ശിവൻ, അഖിൽ പുനത്തൽ, സന്തോഷ് കൃഷ്ണ എന്നിവർ തിരഞ്ഞെടുക്കപ്പെട്ടു. കുടുംബാംഗങ്ങളുടെ ക്ഷേമവും സമൂഹത്തിൽ അർഹരായവർക്ക് സഹായ പ്രവർത്തനങ്ങളുമാണ് ലക്ഷ്യമിടുന്നതെന്ന് ഭാരവാഹികൾ വ്യക്തമാക്കി. സോമശേഖർ എസ്, പ്രഭകുമാർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. പി ശശിക്കെതിരെയുള്ള ആരോപണങ്ങൾ കടുപ്പിച്ച് മുഖ്യമന്ത്രിക്ക് മറുപടിയുമായി PV അൻവർ MLA. പി ശശിയുടെ പ്രവർത്തനം മാതൃകാപരമാണെന്നും അഭിപ്രായം തനിക്ക് ഇല്ല. പുഴുക്കുത്തുകൾക്കെതിരെ പോരാട്ടം തുടരും. മുഖ്യമന്ത്രിയെ വിശ്വസ്തർ തെറ്റിദ്ധരിപ്പിച്ചുവെന്നും PV അൻവർ പറഞ്ഞു. മുഖ്യമന്ത്രി രൂക്ഷ വിമർശനം നടത്തി തള്ളിപ്പറഞ്ഞതിന് മണിക്കൂറുകൾക്കുള്ളിലാണ് PV അൻവർ എണ്ണി ആരോപണങ്ങൾക്ക് മറുപടി നൽകിയത്. മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്ക് സ്വർണ്ണക്കടത്തിൽ പങ്കുണ്ടോ എന്ന് സംശയിക്കുന്നു. പൂർണ്ണമായും മുഖ്യമന്ത്രി തെറ്റിദ്ധരിക്കപ്പെട്ടെന്ന് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിലൂടെ മനസ്സിലായെന്നും അൻവർ. ഇപ്പം ഞാൻ മനസ്സിലാക്കുന്നു, ഈ കള്ളക്കടത്ത് സംഘത്തിൽ നിന്ന് ഒരു പങ്ക് പോലും ശശി പറ്റുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. കാരണം ഇങ്ങനെയുണ്ടോ ഒരു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ തെറ്റിദ്ധരിപ്പിക്കൽ? മുഖ്യമന്ത്രിയെ പൊട്ടക്കിണറ്റിൽ ചാടിക്കാൻ നിൽക്കുകയാണ്. പാർട്ടിയിലെ ഉത്തരവാദിത്തപ്പെട്ടവർക്ക് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട്. പോലീസിന്റെ വീര്യം തകർക്കാൻ ശ്രമമെന്ന മുഖ്യമന്ത്രിയുടെ വാദം 100% തെറ്റാണ്. എങ്ങനെ പോലീസ് പിടിക്കുന്നത്? പോലീസിനൊരു ഇൻഫർമേഷൻ വരുന്നു, ഇങ്ങനെ ഒരാൾ സ്വർണവുമായിട്ട് വരുന്നുണ്ട്. ഇന്ത്യയിലെ നിയമമനുസരിച്ച്, രാജ്യം അനുശാസിക്കുന്ന നിയമമനുസരിച്ച് ഇമ്മീഡിയറ്റ്ലി ദേ ഷുഡ് ഇൻഫോം ദ എയർപോർട്ട് കസ്റ്റംസ് ആൻഡ് പ്രിവെന്റീവ്. ഇമ്മീഡിയറ്റ്ലി അങ്ങനെയാണ് നിയമം പറയുന്നത്. കാരണം ഇത് പിടിക്കേണ്ടത് ആരാ? പിടിക്കേണ്ടത് കസ്റ്റംസാണ്. ഉടനടി അവർക്ക് വിവരം കൊടുക്കണം. PV അൻവറിന് ഇടതുപക്ഷ പശ്ചാത്തലമില്ലെന്ന പിണറായി വിജയന്റെ വാക്കുകൾക്ക് EMSന്റെ ചരിത്രം പറഞ്ഞ് മറുപടി. ശരിയാണെന്ന് ഞാൻ പഴയ കോൺഗ്രസ്സുകാരനല്ലേ, എന്താ തർക്കം? ഞാൻ പഴയ കോൺഗ്രസ് ആണല്ലോ. EMS ആരായിരുന്നു? വന്നിട്ട് KPCC സെക്രട്ടറി EMS അല്ലേ? EMS എങ്ങനെയാ സഖാവ് EMS ആയത്? എങ്ങനെയായി? അപ്പൊ ഞാൻ പഴയ കോൺഗ്രസ്സാ. ചവിട്ടി പുറത്താക്കിയാലും പാർട്ടിയെ തള്ളിപ്പറയില്ലെന്ന് ആവർത്തിക്കുന്ന അൻവർ കാത്തിരുന്ന് കാണാമെന്നും കൂട്ടിച്ചേർത്തു. തുടങ്ങിവെച്ചതൊന്നും ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തോടെ അവസാനിക്കുന്നതല്ല എന്ന കൃത്യസൂചനയായി അൻവറിന്റെ നീക്കം. 24 മലപ്പുറം. തൃശൂർ പൂരം അലങ്കോലമായത് സംബന്ധിച്ച അന്വേഷണ റിപ്പോർട്ട് സംസ്ഥാന പോലീസ് മേധാവിക്ക് സമർപ്പിച്ചു. അന്വേഷണ ഉദ്യോഗസ്ഥനായ ADGP MR അജിത് കുമാറാണ് റിപ്പോർട്ട് നൽകിയത്. 5 മാസത്തിന് ശേഷമാണ് റിപ്പോർട്ട് സമർപ്പിച്ചത്. അടിയന്തരമായി റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന സംസ്ഥാന പോലീസ് മേധാവിയുടെ അന്ത്യശാസനത്തിന് പിന്നാലെയാണ് തൃശൂർ പൂരം അലങ്കോലമായതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് ADGP MR അജിത് കുമാർ DGPക്ക് കൈമാറിയത്. സംസ്ഥാന പോലീസ് മേധാവിയുടെ ഓഫീസ് നാളെയോടെ റിപ്പോർട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് കൈമാറും. റിപ്പോർട്ടിലെ ഉള്ളടക്കത്തെ സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല. 24-ന് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാൻ നിർദ്ദേശം നൽകിയതായി മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കിയിരുന്നു. കുറച്ചുകൂടി സമയം വേണമെന്ന് പറഞ്ഞിട്ട് കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് എൻ്റെ മുന്നിൽ ഒരു കടലാസ് വന്നു. അപ്പോൾ ഞാനതിൽ പറഞ്ഞു 24-ാം തീയതിക്ക് മുൻപായി ഈ അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകിയിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഉത്തരവിട്ടിട്ടുണ്ട്. റിപ്പോർട്ട് പരിശോധിച്ച ശേഷം മുഖ്യമന്ത്രിയായിരിക്കും തുടർ നടപടികളിൽ തീരുമാനമെടുക്കുക. തൃശൂർ പൂരം കലക്കിയത് മുഖ്യമന്ത്രിയുടെ അറിവോടെയാണെന്ന വാദം കോൺഗ്രസ് നേതാക്കൾ ആവർത്തിക്കുകയാണ്. പൂരം കലക്കിയതിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് തൃശൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന K മുരളീധരൻ പറഞ്ഞു. അന്വേഷണം കുറെ ചോദ്യം ചെയ്യലൊക്കെ ഉണ്ടായിട്ടുണ്ട്, റിപ്പോർട്ട് പൂഴ്ത്തി വെച്ചിട്ടുണ്ട്. ഇത് ഇനിയൊന്ന് പുറത്തെടുക്കേണ്ടി വരും. കാരണം CPI-കാരനൊന്ന് സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ പിന്നെ അവർ വല്ലാണ്ട് മോശമാവുമല്ലോ അവർ. പൂരം കലക്കാൻ ശ്രമം നടന്നുവെന്ന് ചൂണ്ടിക്കാട്ടി 4 പരാതികളാണ് മുഖ്യമന്ത്രിക്ക് ലഭിച്ചത്. ഇത് പിന്നീട് DGPക്ക് കൈമാറി. പരാതിന്മേൽ അന്വേഷണം നടത്തി റിപ്പോർട്ട് സമർപ്പിക്കാൻ DGPയാണ് MR അജിത് കുമാറിനെ ചുമതലപ്പെടുത്തിയത്. 24 തിരുവനന്തപുരം. ബംഗളൂരുവിലെ ആശുപത്രിയിൽ തീപിടുത്തത്തിനിടെ മലയാളി യുവാവ് മരിച്ചതിൽ ഗുരുതര ആരോപണവുമായി കുടുംബം. ചികിത്സയിൽ കഴിയുകയായിരുന്ന സുജയ് സുജാതനെ തീപിടുത്തമുണ്ടായ ഭാഗത്തുനിന്ന് മാറ്റാൻ 45 മിനിറ്റ് വൈകിയെന്ന് ഭാര്യ രോഹിണി 24നോട് പറഞ്ഞു. ന്യൂമോണിയ മൂലമുള്ള മരണമെന്ന് വരുത്തി തീർക്കാൻ ശ്രമം നടക്കുന്നതായും കുടുംബത്തിന്റെ ആരോപണം. ഈ മാസം 19-നാണ് രാമയ്യ ആശുപത്രിയിൽ ചികിത്സയിലിരുന്ന പുനലൂർ സ്വദേശി സുജാതൻ മരിച്ചത്. ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിലെ പുക ശ്വസിച്ച് മരിച്ചെന്നാണ് കുടുംബത്തിന്റെ ആരോപണം. തീപിടുത്തമുണ്ടായ സമയത്ത് സുജയെ റൂമിൽ നിന്ന് മാറ്റാൻ ആശുപത്രി അധികൃതർ ശ്രമിച്ചില്ലെന്ന് ഭാര്യ രോഹിണി. സുജയ് അപ്പോൾ ഓക്കെ എല്ലാം ഷിഫ്റ്റായി MICയിലായിരുന്നു. അപ്പം ഞാൻ താഴെ ചെന്ന് ഞങ്ങളെ മെയിൻ എൻട്രൻസിലോട്ട് പുറത്താക്കി കഴിഞ്ഞപ്പോൾ ഈ സുജയ് കിടന്നിരുന്ന റൂമിൻ്റെ ആ സൈഡിലാണ് ഈ പൊട്ടി തെറിച്ച് ഫുൾ ഇത് ആവണ സ്മോക്ക് ഇതൊക്കെ വന്നുകൊണ്ട് ഞാൻ തിരിച്ചകത്തോട്ട് കയറിപ്പോയപ്പോൾ ഇവർ കയറ്റി 45 മിനിറ്റിന് ഉള്ളിൽ ഫസ്റ്റ് അവർ പ്രിഫറൻസ് കൊടുക്കേണ്ടത് ഈ പേഷ്യൻറ്റിനാണ്. ബാക്കി എല്ലാവർക്കും എഴുന്നേറ്റ് കിടക്കുക എന്ന് പറഞ്ഞാൽ സുജയ്ക്ക് ഈ എക്മോ മിഷ്യൻ്റെ ഇത് ചെയ്തേക്കണോണ്ട് അവർ ആരുടെ സഹായമില്ലാതെ എഴുന്നേക്കാൻ ഒന്നിനും പറ്റില്ല. ശ്വാസകോശ രോഗവുമായി ബന്ധപ്പെട്ടാണ് സുജയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്.
ആരോഗ്യനില വീണ്ടെടുത്തതായി ആശുപത്രി അധികൃതർ കുടുംബത്തെ അറിയിച്ചിരുന്നു. എന്നാൽ ന്യൂമോണിയ ബാധയെ തുടർന്നുള്ള മരണമാക്കി തീർക്കാൻ ആശുപത്രി മാനേജ്മെന്റ് ശ്രമിക്കുന്നുവെന്ന് സഹോദരൻ ആരോപിച്ചു. ഫയർ തന്നെയാണ് അവർ പറയുന്ന ന്യൂമോണിയ അങ്ങനെയാണ്. അതിപ്പം നമുക്ക് PM എന്താ ഫോറൻസിക് റിപ്പോർട്ട് വരുന്നത് അതിനനുസരിച്ച് നോക്കാം. സുജിയുടെ പിതാവ് നൽകിയ പരാതിയിൽ പോലീസ് കേസെടുത്തെങ്കിലും അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതായി കുടുംബം ആരോപിച്ചു. FIR ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി സദാശിവനഗർ പോലീസ് സ്റ്റേഷനിൽ അറൗണ്ട് 5 o'clock ഞാനും എൻ്റെ കൂട്ടുകാരുമായിട്ട് അവിടെ പോയി. ഞങ്ങൾ കംപ്ലയിൻറ്റ്സ് എഴുതി കൊടുത്തു. അവർ ഏതാണ്ട് 8 or 8:30 ആ ടൈം വരെ ഏതാണ്ട് 3 hours എടുത്തു അവർ അക്നോളജ്മെൻറ്റ് തരാൻ വേണ്ടി. അതിനും മറ്റുള്ളവർ ഇടപെട്ടതിൻ്റെ പേരിൽ മാത്രമാണ് അക്നോളജ്മെൻറ്റ് തന്നത്. കുറ്റക്കാർക്കെതിരെ നടപടി വേണമെന്ന് ഭാരതീയ നഴ്സ് അലൈഡ് സംഘ് ആവശ്യപ്പെട്ടു. സുജയ് സുജാതന്റെ കുടുംബത്തിന് നഷ്ടപരിഹാരം ഉറപ്പാക്കണമെന്നും സംഘടനാ കൺവീനർ ജിജു തോമസ്. ഓൾറെഡി ഇവരുമായിട്ട് ഒരു എസ്റ്റിമേഷൻ കൊടുത്തിരിക്കുന്നത് 35 ലക്ഷം രൂപയാണ്. ഒരു ന്യൂമോണിയ ബാധിച്ച ഒരു ആൾക്ക് നമ്മൾ സാധാരണക്കാരുടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ ഒരു 35 ലക്ഷം രൂപ എന്ന് പറയുന്നത് അവൻ്റെ കുടുംബം വിറ്റ് കാശ് കൊടുക്കേണ്ട ഗതികേടിലോട്ട് വരും. അല്ലെങ്കിൽ അവൻ്റെ പിള്ളേരും ബാക്കിയുള്ളവർ പട്ടിണിയാകുന്ന ഒരു ഗതികേടിലോട്ടാണ് ഇപ്പോൾ പോയിരിക്കുന്നത്. പ്രധാനമന്ത്രിക്കും കേരള കർണാടക മുഖ്യമന്ത്രിക്കും കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. 24 കൊച്ചി. ഡൽഹി മുഖ്യമന്ത്രിയായി അതിഷി സത്യപ്രതിജ്ഞ ചെയ്തു. അതിഷിക്കൊപ്പം 5 മന്ത്രിമാർ ചുമതലയേറ്റു. ഡൽഹി രാജ് നിവാസിൽ നടന്ന ചടങ്ങിൽ അരവിന്ദ് കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ആം ആദ്മി പാർട്ടി നേതാക്കൾ പങ്കെടുത്തു. ആം ആദ്മി പാർട്ടിയുടെ ആദ്യ വനിതാ മുഖ്യമന്ത്രി 43-കാരിയായ അതിഷി ഡൽഹിയിൽ മുഖ്യമന്ത്രിയാകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തി. വൈകിട്ട് 4:30 രാജ്നിവാസിലായിരുന്നു സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. ലഫ്റ്റനന്റ് ഗവർണർ VK സക്സേനയിൽ നിന്നും അതിഷി സത്യവാചകം ഏറ്റുചൊല്ലി. मैं भय या पक्षपात, अनुराग या द्वेष के बिना सभी प्रकार के लोगों के प्रति संविधान और विधि के अनुसार न्याय करूंगी. മന്ത്രിസഭയിലെ പുതിയ മന്ത്രിയായി മുകേഷ് അഹ്ലാവത്ത് സത്യപ്രതിജ്ഞ ചെയ്തു. സൗരഭ് ഭരദ്വാജ്, കൈലാഷ് ഗെഹ്ലോട്ട്, ഗോപാൽ റായി, ഇമ്രാൻ ഹുസൈൻ എന്നിവർ മന്ത്രിസഭയിൽ തുടരും. അരവിന്ദ് കെജ്രിവാളിന്റെ മാർഗനിർദ്ദേശത്തിൽ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കുമെന്ന് മുഖ്യമന്ത്രി അതിഷി. उन्होंने मुझ पर भरोसा किया और मुझे इतनी बड़ी जिम्मेदारी सौंपी, दिल्ली के लोगों की देखरेख की जिम्मेदारी सौंपी. മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ആം ആദ്മി പാർട്ടിയിലെ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെ രാജ്നിവാസിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുത്തു. അതിഷിയുടെ മാതാപിതാക്കളായ തൃപ്ത വാഹിയും വിജയ് സിംഗും സത്യപ്രതിജ്ഞാ ചടങ്ങിനെത്തിയിരുന്നു. ഡൽഹിയെ ഇനി അതിഷി നയിക്കും. സുഷമ സ്വരാജിനും ഷീലാ ദീക്ഷിതിനും ശേഷം ഡൽഹിയിലെ 3ാമത്തെ വനിതാ മുഖ്യമന്ത്രി. വിനീത VG, 24, ഡൽഹി. മലയാള സിനിമയിലെ അമ്മമുഖം കവിയൂർ പൊന്നമ്മ ഇനി ഓർമ്മ. ആലുവ കരുമാലൂരിലെ വീട്ടിൽ ഔദ്യോഗിക ബഹുമതികളോടെ സംസ്കരിച്ചു. മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഉൾപ്പെടെ സിനിമാ, സാംസ്കാരിക, രാഷ്ട്രീയ മേഖലയിലെ പ്രമുഖർ കവിയൂർ പൊന്നമ്മയെ അവസാനമായി കാണാനെത്തി. സംസ്ഥാന സർക്കാരിന് വേണ്ടി മന്ത്രി P. രാജീവ് അന്തിമോപചാരം അർപ്പിച്ചു. ആലുവ കരുമാലൂരിലെ ശ്രീപീഠത്തിൽ ഇനി അമ്മച്ചിരിയില്ല. തന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഇടമായിരുന്നു ഈ വീട്. 2008 മുതൽ 16 വർഷക്കാലം കവിയൂർ പൊന്നമ്മ താമസിച്ചത് ഇവിടെയാണ്. പ്രളയകാലത്ത് മുങ്ങിപ്പോയ ചരിത്രമുണ്ട് ഈ വീടിന്. ആ സമയത്ത് മാറി താമസിച്ചതൊഴിച്ചാൽ പിന്നീട് മുഴുവൻ സമയവും ഇവിടെ തന്നെയായിരുന്നു. പെരിയാറിന്റെ കാറ്റേറ്റ് ഇനി അന്ത്യവിശ്രമം. അമ്മക്കഥാപാത്രങ്ങൾ അനശ്വരമാക്കിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയൂർ പൊന്നമ്മയ്ക്ക് നാട് വിട ചൊല്ലി. പൊന്നമ്മയ്ക്ക് ഏറെ ഇഷ്ടമായിരുന്ന ആലുവ കരുമാലൂരിലെ ശ്രീപീഠം വീട്ടുവളപ്പിലായിരുന്നു അന്ത്യയാത്രയ്ക്കായി ചിതയൊരുക്കിയത്. സഹോദരനാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. സംസ്ഥാന സർക്കാരിന്റെ ഔദ്യോഗിക ബഹുമതികളോടെയായിരുന്നു സംസ്കാര ചടങ്ങ്. രണ്ട് ദിവസം മുമ്പ് അമേരിക്കയിലേക്ക് മടങ്ങിയ മകൾക്ക് സംസ്കാര ചടങ്ങിന് എത്താനായില്ല. സംസ്ഥാന സർക്കാരിനെ പ്രതിനിധീകരിച്ച മന്ത്രി P. രാജീവ് സംസ്കാര ചടങ്ങിൽ പങ്കെടുത്തു. കവിയൂർ പൊന്നമ്മയെ അവസാനമായി ഒരു നോക്കു കാണാൻ പൊതുദർശനം നടന്ന കളമശ്ശേരി ടൗൺ ഹാളിൽ ആയിരങ്ങൾ ഒഴുകിയെത്തി. രാവിലെ 9 മുതൽ 12 മണി വരെയായിരുന്നു പൊതുദർശനം. മമ്മൂട്ടി, മോഹൻലാൽ,
സുരേഷ് ഗോപി, സിദ്ദിഖ്, ജോഷി, സത്യൻ അന്തിക്കാട് എന്നിവർ അന്തിമോപചാരം അർപ്പിച്ചു. വിട പറഞ്ഞത് മലയാളികളുടെ അമ്മ മുഖമെന്ന സിനിമാ ലോകം. മലയാള സിനിമയ്ക്ക് ഒരു വലിയ നഷ്ടം, പകരം വെക്കാനില്ലാത്ത ഒരു അഭിനേത്രി, പകരം വെക്കാനില്ലാത്ത ഒരു അമ്മയാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. കുടുംബത്തിലെ ഒരു അംഗം നമ്മളെ വിട്ട് പിരിഞ്ഞു പോയി. ആയുസ്സെത്തിയാൽ പോകണം എന്നുള്ളത് അതൊരു നിയമമാണ്. അപ്പോൾ അത് നമ്മൾ അംഗീകരിക്കുക എന്നുള്ളതാണ് ആദരാഞ്ജലികൾ അർപ്പിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, മന്ത്രി PA മുഹമ്മദ് റിയാസ് എന്നിവരും ആദരാഞ്ജലികൾ അർപ്പിച്ചു. ചീഫ് എഡിറ്റർ R. ശ്രീകണ്ഠൻ നായർ അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഈ ചിതയിലെരിഞ്ഞ് സ്നേഹസ്മരണയാകുന്നത് മലയാള സിനിമയുടെ ഒരു കാലഘട്ടത്തെ അടയാളപ്പെടുത്തിയ മഹാപ്രതിഭയാണ്. കവിയൂർ പൊന്നമ്മയ്ക്ക് മരണമില്ല. പകർന്നാടിയ നൂറുകണക്കിന് അമ്മവേഷങ്ങളിലൂടെ മലയാള സിനിമയുടെ മാതൃഭാവത്തിന്റെ പ്രതീകമായി പൊന്നമ്മ പൊന്നോർമ്മയായി മലയാളിയുടെ മനസ്സിൽ എന്നും ജീവിക്കും. ആലുവയിലെ കരുമാലൂരിൽ നിന്നും ടീം 24. മുതിർന്ന CPIM നേതാവ് MM ലോറൻസ് അന്തരിച്ചു. 94 വയസ്സായിരുന്നു. കൊച്ചിയിലെ മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. മൃതദേഹം തിങ്കളാഴ്ച രാവിലെ ആശുപത്രിയിൽ നിന്ന് ഗാന്ധിനഗറിലുള്ള വീട്ടിലും പിന്നീട് ലെനിൻ സെന്ററിലും എത്തിക്കും. എറണാകുളം ടൗൺ ഹാളിലാണ് പൊതുദർശനം നിശ്ചയിച്ചിരിക്കുന്നത്. വൈകിട്ട് 4 മണിക്ക് മൃതദേഹം എറണാകുളം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന് കൈമാറും. CPIM മുൻ കേന്ദ്ര കമ്മിറ്റി അംഗമായ MM ലോറൻസ് അടിസ്ഥാന തൊഴിലാളി വർഗത്തെ സംഘടിപ്പിച്ചതിൽ പ്രധാനിയാണ്. 1980 ഇടുക്കിയിൽ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട്. തൊഴിലാളി വർഗ പോരാട്ടത്തിന്റെ ജ്വലിക്കുന്ന ഏടാണ് MM ലോറൻസിന്റെ വിയോഗത്തോടെ അടയുന്നത്. അസാമാന്യ മനക്കരുത്തോടെ കൊച്ചിയിലെ തൊഴിലാളികളെ സംഘടിപ്പിച്ച നേതാവായിരുന്നു MM ലോറൻസ്. എടുത്ത നിലപാടുകളിൽ അവസാന നിമിഷം വരെയും ഉറച്ചുനിന്ന കമ്മ്യൂണിസ്റ്റ്. എറണാകുളം മുളവുകാട് മാടമാക്കൽ അവിര മാത്യുവിന്റെയും മറിയ മാത്യുവിന്റെയും മകനായി 1929 ജൂൺ 15 ജനിച്ച മാത്യു ലോറൻസ് പാർട്ടി പ്രവർത്തകനായപ്പോൾ MM ലോറൻസായി. 10ാം ക്ലാസ് വരെ മാത്രം പഠനം. 1946 17ാം വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം. പിന്നീട് സമരപരമ്പരകളുടെ കുത്തൊഴുക്കിലേക്ക് എടുത്തുചാടിയ ജീവിതം. എറണാകുളം ജില്ലയിൽ തൊഴിലാളി പ്രസ്ഥാനം കെട്ടിപ്പടുക്കുന്നതിൽ ആളും അർത്ഥവുമായി ലോറൻസ് നിന്നു. തുറമുഖ തൊഴിലാളികളെയും ശുചീകരണ തൊഴിലാളികളെയും സംഘടിപ്പിക്കുന്നതിൽ നിർണായക ശക്തിയായി. 1950 ഇടപ്പള്ളി പോലീസ് സ്റ്റേഷൻ ആക്രമണത്തിൽ 22 മാസം ജയിലിൽ കിടന്നു. ഈ സമയത്ത് കൊടിയ പോലീസ് മർദ്ദനത്തിന് വിധേയനായി. പിന്നീട് വിസ തടവുൾപ്പെടെ 6 വർഷത്തോളം പല കാലയളവിൽ ജയിൽവാസം. പാർട്ടി പിളർന്നപ്പോൾ CPIMന്റെ ഭാഗമായി. 6 തവണ തിരഞ്ഞെടുപ്പിന് നേരിട്ടപ്പോൾ ഒറ്റത്തവണ മാത്രം വിജയം. 1980 ഇടുക്കിയിൽ നിന്ന് ലോക്സഭയിൽ. 1986 മുതൽ 98 വരെ ദീർഘകാലം LDF കൺവീനറായി. 1998 മുതൽ 2013 വരെ CITU സംസ്ഥാന ജനറൽ സെക്രട്ടറി. വിഭാഗീയത കൊടികുത്തിവാണ കാലത്ത് VS വിരുദ്ധച്ചേരിയിൽ നിലയുറപ്പിച്ച ലോറൻസിനെ കേന്ദ്ര കമ്മിറ്റിയിൽ നിന്ന് ഏരിയ കമ്മിറ്റിയിലേക്ക് തരം താഴ്ത്തി. അക്കാലത്ത് പാർട്ടിയെ പിടിച്ചുകുലക്കിയ സേവ് CPIM ഫോറമായിരുന്നു ലോറൻസിനെതിരായ നടപടിയിലേക്ക് നയിച്ച പ്രധാന കാരണം. ലെ മലപ്പുറം സമ്മേളനത്തിൽ വീണ്ടും സംസ്ഥാന കമ്മിറ്റിയിലെത്തി. 2015 ആലപ്പുഴ സമ്മേളനത്തിൽ പ്രായാധിക്യത്തെ തുടർന്ന് സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കുകയും സ്ഥിരം ക്ഷണിതാവാക്കുകയും ചെയ്തു. മക്കളുടെ BJP ബന്ധം അവസാന കാലത്ത് പ്രതിരോധത്തിലാക്കി. അടുത്തിടെ പാർട്ടി നേതൃത്വത്തിനെതിരെ ചില വിമർശന സ്വരങ്ങൾ ലോറൻസിൽ നിന്നുണ്ടായി. MM ലോറൻസ് വിടവാങ്ങുന്നതോടെ കൊച്ചിയിലെ തൊഴിലാളി വർഗ പോരാട്ടങ്ങളുടെ ജ്വലിക്കുന്ന ചരിത്രത്താൽ കൂടിയാണ് അടയ്ക്കുന്നത്. റിസർച്ച് ഡെസ്ക് 24. തുടരുന്നു. തിരുപ്പതി ലഡു വിവാദത്തിൽ തിരുമല ദേവസ്ഥാനം ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡുവിന് റിപ്പോർട്ട് നൽകും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്രത്തെ വിവരങ്ങൾ ധരിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം. ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. തിരുപ്പതി ലഡു വിവാദം ദേശീയതലത്തിൽ ചർച്ചയായിരിക്കെ ഇന്ന് ചേർന്ന തിരുമല ദേവസ്ഥാനത്തിന്റെ അടിയന്തര യോഗത്തിലാണ് സർക്കാരിന് റിപ്പോർട്ട് നൽകാൻ തീരുമാനിച്ചത്. ഇന്നോ നാളെയോ ദേവസ്ഥാനത്തിന്റെ അംഗങ്ങൾ ചന്ദ്രബാബു നായിഡുവിനെ കാണും.
ലഡുവിൽ മൃഗക്കൊഴുപ്പ് ചേർന്നിട്ടുണ്ടെന്നാണ് ദേവസ്ഥാനത്തിന്റെയും കണ്ടെത്തൽ. ഈ റിപ്പോർട്ട് ലഭിക്കുന്നതിന് പിന്നാലെ സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് വിവരങ്ങൾ കൈമാറും. ദേവസ്ഥാനത്തിന് കീഴിലുള്ള ധർമ്മപ്രചാര പരിഷത്തിനെ സമീപിച്ച് പരിഹാരക്രിയകൾ ചെയ്യാനുള്ള ഒരുക്കത്തിലാണ് സർക്കാർ. ലഡുവിൽ മൃഗക്കൊഴുപ്പ് കലർന്നിട്ടുണ്ടെങ്കിൽ നടപടിയെടുക്കണമെന്ന് കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെ ആവശ്യപ്പെട്ടു. അതേസമയം അമുൽ നെയ്യ് ഉപയോഗിച്ചാണ് ലഡു ഉണ്ടാക്കിയത് എന്ന് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ മാനേജ്മെന്റ് പരാതി നൽകി. 7 പേർക്കെതിരെ അഹമ്മദാബാദ് പോലീസ് കേസെടുത്തു. 24 ചെന്നൈ. ജോലി സമ്മർദ്ദത്തെ തുടർന്ന് കുഴിഞ്ഞു വീണ് മരിച്ച കൊച്ചി സ്വദേശി അന്ന സെബാസ്റ്റ്യന്റെ കുടുംബത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രമുഖർ. കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി, മന്ത്രി പി രാജീവ്, പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ എന്നിവർ മാതാപിതാക്കളെ നേരിട്ട് കണ്ട് ആശ്വസിപ്പിച്ചു. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കുടുംബവുമായി വീഡിയോ കോളിൽ സംസാരിച്ചു. സംഭവത്തിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തു. കങ്ങരപ്പടിയിലെ അന്നയുടെ വീട് സന്ദർശിച്ച കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി വിഷയം പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് വ്യക്തമാക്കി. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്ക് സംഭവിച്ചത് ഗുരുതര വീഴ്ചയെന്നും നടന്നത് അനീതിയെന്നും സുരേഷ് ഗോപി. മാറ്റത്തിന് ചിലപ്പോൾ തുടക്കം കുറിക്കുന്നതിന് പാർലമെന്റിൽ വരെ ഇത് വിഷയമായി വരും. അപ്പോൾ സ്ഥാപനത്തിന് അതിൻ്റേതായ ദോഷമൊക്കെ വരും. ഈ ഒരു കൾച്ചർ തുടരുന്ന സ്ഥാപനങ്ങൾക്കും അതിൻ്റെ ദോഷം വരും. This will be in Parliament. Anna will be resounding in Parliament. തൊഴിൽ നിയമങ്ങൾ കേന്ദ്രം പരിഷ്കരിക്കണമെന്ന് മന്ത്രി പി രാജീവും വിഷയം കോൺഗ്രസ് പാർലമെന്റിൽ ഉന്നയിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും പ്രതികരിച്ചു. ഇത് സംബന്ധിച്ച് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള ശക്തമായിട്ടുള്ള ഒരു കേന്ദ്ര സംവിധാനം ഉണ്ടാകണമെന്ന കാര്യം കേന്ദ്ര ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്യും. ഈ വിഷയം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ട് സംസ്ഥാന തലത്തിലും ദേശീയ തലത്തിലും ഇത് നിയന്ത്രണം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമനിർമ്മാണമാണ് ഉണ്ടാകേണ്ടത്. സമാന സംഭവങ്ങൾ സംഭവിക്കാതിരിക്കാൻ നടപടി വേണമെന്ന് അന്നയുടെ പിതാവ്. പ്രൊഫഷണൽ കോൺഗ്രസ് ഭാരവാഹികളും അന്നയുടെ വീട് സന്ദർശിച്ചു. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി വീഡിയോ കോളിൽ മാതാപിതാക്കളുമായി ആശയവിനിമയം നടത്തി. അനുരഞ്ജന ശ്രമമെന്ന നിലയിൽ അന്നയുടെ കുടുംബത്തെ നേരിൽ കാണാൻ ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനി ചെയർമാൻ രാജീവ് മൈമാനി നേരിട്ടെത്തും. അന്നയുടെ കുടുംബത്തോട് ഫോണിൽ സംസാരിച്ച ചെയർമാൻ കുടുംബമുന്നയിച്ച പ്രശ്നങ്ങൾ പരിശോധിക്കുമെന്ന് ഉറപ്പു നൽകി. ഏണസ്റ്റ് ആൻഡ് യങ് കമ്പനിക്ക് അധികൃതർക്ക് അന്നയുടെ മാതാവ് അയച്ച കത്ത് പുറത്തുവന്നതിന് പിന്നാലെ കമ്പനിക്കെതിരെ രൂക്ഷ വിമർശനം ഉയർന്നിരുന്നു. വിഷയത്തിൽ ഇടപെടുമെന്ന് കേന്ദ്ര സർക്കാരും വ്യക്തമാക്കിയിട്ടുണ്ട്. 24 കൊച്ചി. മന്ത്രിസ്ഥാനം സംബന്ധിച്ച് NCPയിൽ തർക്കം തുടരുന്നു. ഉചിതമായ തീരുമാനം ശരത് പവാറിൽ നിന്നുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നതായി തോമസ് കെ തോമസ് 24നോട് പറഞ്ഞു. ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ താൻ മന്ത്രിസ്ഥാനം ഒഴിയുമെന്ന് മന്ത്രി എ കെ ശശീന്ദ്രനും പ്രതികരിച്ചു. കഴിഞ്ഞ ദിവസമാണ് PC ചാക്കോ, തോമസ് കെ തോമസ്, എ കെ ശശീന്ദ്രൻ എന്നിവർ ശരത് പവാറുമായി മുംബൈയിൽ കൂടിക്കാഴ്ച നടത്തിയത്. മന്ത്രിമാറ്റത്തിൽ തോമസ് കെ തോമസിന് അനുകൂലമായാണ് NCP ദേശീയ നേതൃത്വത്തിന്റെ നിലപാടെന്നാണ് സൂചന. സംസ്ഥാന തലത്തിൽ ചർച്ച ചെയ്തിട്ടും തീരുമാനമാകാത്തതിനാലാണ് ശരത് പവാറിനെ സമീപിച്ചതെന്ന് തോമസ് കെ തോമസ് 24നോട് പറഞ്ഞു. കാര്യങ്ങൾ ദേശീയ അധ്യക്ഷനെ ബോധ്യപ്പെടുത്തിയിട്ടുണ്ടെന്നും തോമസ് കെ തോമസ്. പവാർജി എന്താണ് ആദ്യം എടുത്ത തീരുമാനം, അതേ തീരുമാനം തന്നെ നടപ്പിലാക്കണമെന്നാണ് അന്ന് പോലെ ഞാൻ പറഞ്ഞിരുന്നത്. അല്ലാതെ അതിനുവേണ്ടി എനിക്ക് മന്ത്രിയാകണമെന്നോ അല്ലെങ്കിൽ ഒന്നും ഞാൻ പറഞ്ഞിട്ടേ ഇല്ല. ഞാൻ വളരെ ക്ലിയറായിട്ട് നിങ്ങൾക്ക് പരിശോധിച്ചു. കാരണം നേരത്തെ എടുത്ത തീരുമാനം അതിൽ നിന്നും ഞാൻ വ്യതിചലിച്ചിട്ടൊന്നുമില്ല. അത് തന്നെ സ്റ്റാൻഡ്. പക്ഷേ ഇപ്പം അതിനേക്കാളുപരി എൻ്റെ പാർട്ടിയാണ് വലുത്. അതേസമയം കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ മന്ത്രി എ കെ ശശീന്ദ്രൻ നിലപാട് മയപ്പെടുത്തി. ദേശീയ നേതൃത്വം ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനം ഒഴിയും. NCPയിൽ എല്ലാവരും മന്ത്രിയാകാൻ കെൽപ്പുള്ളവരെന്നും എ കെ ശശീന്ദ്രൻ. പാർട്ടി ഏൽപ്പിക്കുന്ന ഏത് ജോലിയും ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ഇതുവരെയുള്ള പാരമ്പര്യം. ആ പാരമ്പര്യത്തിന് നാളെയും ഇന്നും ഒരു കുഴപ്പമുണ്ടാവില്ല. അത് ആരെങ്കിലും മന്ത്രിയെ സംബന്ധിച്ച ഉന്നതതല നേതൃത്വം തീരുമാനിച്ചെങ്കിൽ ആ തീരുമാനം എന്നെ അറിയിക്കേണ്ടത് അവരാണ്. അറിയിച്ചാൽ ഞാൻ അനുസരിക്കും. എന്നാൽ മന്ത്രിസ്ഥാനം പോയാൽ MLA സ്ഥാനം രാജിവെക്കുമോ എന്ന ചോദ്യത്തോട് എ കെ ശശീന്ദ്രൻ പ്രതികരിച്ചില്ല. മന്ത്രിമാറ്റവുമായി ബന്ധപ്പെട്ട് PC ചാക്കോ ഉടൻ മുഖ്യമന്ത്രിയെ കാണും. വിഷയത്തിൽ മുഖ്യമന്ത്രിയുടെ നിലപാട് നിർണായകമാകും. 24 കോഴിക്കോട്. ഫോക്കസ് പൂർണ്ണമാകുന്നു. ഗുഡ് നൈറ്റ്.